ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം RJ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. നക്ഷത്ര സ്വഭാവവുമായി ബന്ധപ്പെട്ട പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇന്ന് മകയിരം നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് നാം പരിശോധിക്കുന്നത്. നിങ്ങൾ മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്നത് 90% മകയിരം നക്ഷത്രക്കാരിൽ കാണപ്പെടുന്ന സ്വഭാവ പ്രത്യേകതകളാണ്. അത് അയാൾ ഏറ്റവും ഉന്നത നിലയിൽ ജീവിക്കുന്ന ആളാകട്ടെ, കീഴക്കിടയിൽ ഒന്നുമില്ലാതെ തെരുവിൽ അലയുന്ന ആളാകട്ടെ, അവരിൽ പൊതുവായി കണ്ടുവരുന്ന ഒരു സ്വഭാവ സവിശേഷതകളായിരിക്കും ഇവിടെ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിങ്ങളൊരു മകയിര നക്ഷത്രക്കാരനാണ്, യാതൊരു ബന്ധവുമില്ല നിങ്ങൾക്ക് ഈ സ്വഭാവമായി എന്ന് തോന്നുകയാണെങ്കിൽ ജ്യോതിഷം തെറ്റാണ് എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ ഇതിന് തൊട്ട് മുന്നിലുള്ള നക്ഷത്രം, അതായത് രോഹിണി, ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള നക്ഷത്രം തിരുവാതിര, ഈ 2 നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം കൂടി ഒന്ന് കേൾക്കുക. ഈ നിങ്ങളുടെ മകയിര നക്ഷത്രത്തിനില്ലാത്ത പ്രത്യേകതകൾ, അതായത് നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ മുന്നിലുള്ളതും പിന്നിലുള്ളതുമായ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ കാണുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ഉറയ്ക്കുക, നിങ്ങളുടെ നക്ഷത്രത്തിൽ എന്തോ പിഴവുണ്ട്. കാരണം പണ്ടുള്ള ആൾക്കാർ നക്ഷത്രം നോക്കുന്നതൊക്കെ പലപ്പോഴും സമയം തെറ്റിച്ചൊക്കെ പറഞ്ഞാണ്. അങ്ങനെ ചിലപ്പോൾ അരമണിക്കൂറിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ തന്നെ വ്യത്യാസത്തിൽ നക്ഷത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇത്രയും നാൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന നക്ഷത്രമായിരിക്കില്ല ചിലപ്പോൾ നമ്മുടേത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം അതിന് നിങ്ങൾ വിലയിരുത്തുകയാണ് വേണ്ടത്. മകയിരം നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരാണ് എന്ന് തന്നെ പറയാം. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, മറ്റാരെങ്കിലും ദ്രോഹം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവരെ തടയാനും ഇവർ തയ്യാറാകുന്നു. പക്ഷേ കുറച്ച് ധൈര്യക്കുറവുള്ള കൂട്ടത്തിലാണിവർ. ധൈര്യം സംഭരിച്ച് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ നിന്നോ ഇവരെ മനസ്സിനെ അസ്ഥിരപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചഞ്ചലപ്പെടുത്തുന്ന ചില ചിന്തകൾ വരികയും അവർ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നതായി കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, മനഃചാഞ്ചല്യം എന്നുള്ള ഈ പ്രശ്നം കാരണം ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും ഇക്കൂട്ടർ വിഷമിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. കുട്ടിക്കാലത്ത് കുറേയേറെ ദുരവസ്ഥകൾ ഇവർ നേരിടേണ്ടി വരുന്നുണ്ട്. രോഗങ്ങളാലോ, കുടുംബത്തിനുള്ളിലെ ചില വഴക്കുകളാലോ, മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടലുകൾ സംഭവിക്കുകയാലോ ഇവർ കുറച്ച് മാനസികമായ വിഷമതകൾ അനുഭവിക്കുന്നവരായി കണ്ടുവരുന്നുണ്ട്. പിന്നെ കാര്യങ്ങളിൽ ഒരു സ്ഥിരതയില്ലാത്തവരാണ് ഇവർ. അച്ചടക്കം പാലിക്കണമെന്നൊക്കെ തന്നെയാണ് ഇവർ കരുതുന്നത്. പക്ഷെ 1-2 ദിവസത്തെ നിഷ്ഠയ്ക്ക് ശേഷം ഇവരുടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് പൂർവ്വസ്ഥിതി, അതായത് പഴയ സ്ഥിതി, അലങ്കോലപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇവർ പോകുന്നത്. ഒന്നിലൊരു സ്ഥിരത ഇവർ പുലർത്താറില്ല. പൊതുവെ നല്ല ശരീരപുഷ്ടിയുള്ളവരും സംഭാഷണത്തിൽ വളരെ മിടുക്കുള്ളവരും കൂടുതൽ സംസാരിക്കുന്നവരുമായാണ് ഇവർ കണ്ടുവരുന്നത്. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ ഇവർ എന്തെങ്കിലും ചെയ്യുള്ളൂ. പലരുടെയും അഭിപ്രായം ഇത് കൊള്ളാമോ അത് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ തൻ്റെ മനസ്സിൽ ഒന്ന് കരുതി വച്ചിട്ടുണ്ട്, തൻ്റെ മനസ്സിൽ ഒരു പ്രത്യേക ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാറുള്ളൂ. മറ്റുള്ളവരുടെയൊക്കെ ചോദിക്കുന്നതൊക്കെ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് മാത്രം കരുതിയാൽ മതി. നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും. മാതാവിനോടും പിതാവിനോടും ബന്ധുജനങ്ങളോടും കൂറ് പുലർത്താൻ ഇവർ ശ്രമിക്കും.
ബന്ധുക്കളോടും കൂട്ടുകാരോടും നന്നായിട്ട് ഇടപഴകാൻ ഇവർ ശ്രമിച്ചെന്ന് വരും. പക്ഷെ അവരിൽ നിന്നുള്ള പെരുമാറ്റം അത്രത്തോളം നന്നായി വരില്ല. പലപ്പോഴും കൂട്ടുകെട്ടുകൾ മൂലം ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളോ പല തോൽവികളോ എല്ലാം സംഭവിച്ചു എന്നും വരും. കാര്യം ആരുടെ ഉപദേശം കേൾക്കാതെ ഇവർ ചില വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കും. ആ കൂട്ടുകെട്ടുകൾ ഇവർക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാലും തന്നോട് വിശ്വാസലംഘനം നടത്തിയവരോട് പോലും ഇവർ ഒരു അനുനയത്തിലേ പെരുമാറുള്ളൂ. ഭയങ്കരമായ ദേഷ്യം വന്നാൽ പോലും ഒരു നിയന്ത്രണം പാലിച്ചു മാത്രമേ ഇവർ പെരുമാറുകയുള്ളൂ. തന്നോട് തെറ്റ് ചെയ്തവർക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും എന്നുള്ള ഒരു ചിന്താഗതിക്കാരാണ് ഇവർ. അല്ലാതെ മറ്റുള്ളവരോട് നേരിട്ട് പ്രതികാരം ചെയ്യണമെന്നുള്ള വാഞ്ചയൊന്നും ഇവർ വച്ച് പുലർത്താറില്ല. ആരെയും അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന സ്വഭാവമൊന്നും ഇവർക്കില്ല. മറ്റുള്ളവരുടെ ഉപദേശവും കേൾക്കില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പ്രവൃത്തികൾ മൂലം പരാജയം ഭവിച്ചുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ കൊണ്ട് പറയത്തക്ക ഗുണമൊന്നും ഇവർക്ക് കിട്ടുകയില്ല. സ്നേഹസമ്പന്നരും കാമകലകളിൽ താല്പര്യമേറിയവരുമായിരിക്കും ഇവർ. പ്രയത്നശാലികളായ ഇവരെ ബന്ധുജനങ്ങൾക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഇവർ സഹായിച്ചവർ പിൽക്കാലത്ത് കുറ്റം പറഞ്ഞു നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സഹായിക്കുമ്പോൾ പാത്രമറിഞ്ഞ് സഹായിക്കുക എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക. ശുദ്ധമനസ്കരായ ഇവർക്ക് സമാധാനം ഒരല്പം കുറവായിരിക്കും. എന്തെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവർ പലപ്പോഴും ചിന്തകളുടെ ലോകത്തായിരിക്കും. ബാല്യകാലത്ത് താൻ കഷ്ടപ്പെട്ട കാര്യങ്ങളും തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരവസ്ഥകളും ഇവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. സുഖാനുഭവങ്ങളിൽ ഇവർക്ക് വളരെ താല്പര്യമായിരിക്കും. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ സ്വന്തമാക്കുന്നതിനും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വന്നാലും അതൊന്ന് മേടിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഇവരിൽ വച്ച് പുലർത്തും. പിതാവിൽ നിന്നും പിതൃസ്വത്തിൽ നിന്നുമൊക്കെ വളരെ കുറഞ്ഞ ആനുകൂല്യമേ ഇവർക്ക് ലഭ്യമാവുകയുള്ളൂ. എന്നാലും മാതാവിൻ്റെ വാത്സല്യവും മാതൃസ്വത്തും ഇവർക്ക് അനുഭവ യോഗ്യമായി വരും. ഔദ്യോഗിക രംഗങ്ങളിലും ബിസിനസ്സിലും, അതും വലിയ ബിസിനസ്സല്ല, ചെറു ബിസിനസ്സുകളിൽ ഇവർ ശോഭിക്കും. ഇവരുടെ ദാമ്പത്യ ജീവിതം അത്രത്തോളം ശുഭകരമായിരിക്കില്ല. കാരണം പങ്കാളിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ, ആരോഗ്യപരമായ ചില വിഷയങ്ങൾ വന്ന് സാമ്പത്തികമായ നഷ്ടം വന്നുകൂടാൻ സാധ്യത ഏറെയാണ്. ഇതിലെ പുരുഷന്മാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് വരികയാണെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകതയായിരിക്കും എന്ന് കൂടി പറയുന്നു. തൻ്റെ ആദർശങ്ങൾ തൻ്റെ ജീവിത പങ്കാളി അംഗീകരിക്കണം എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട്. പലപ്പോഴും പങ്കാളി അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയില്ല. ജീവിതത്തിൽ അതുമൂലം ചില തട്ടലും മുട്ടലുമൊക്കെ ഉണ്ടായി വരാനും സാധ്യത കൂടുതലാണ്. ഇവരുടെ 32 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടം വളരെ ഗുണപ്രദമായിരിക്കും. ഈ കാലയളവിൽ ജീവിത സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ കൂടുതലായി ചെയ്ത് സമ്പാദിക്കാനുള്ളതെല്ലാം സമ്പാദിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഈ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത്രത്തോളം ഗുണകരമായിട്ട് വരില്ല. പക്ഷേ ഈ 33-50 വയസ്സൊക്കെ ശോഭനമാക്കിയവർക്ക്, അതിൽ നിന്ന് ഉള്ള നേട്ടം കരുതലോടെ സൂക്ഷിച്ചവർക്ക് പിന്നീടുള്ള ജീവിതം വളരെ നന്നായി തന്നെ പോകുന്നതാണ്. പലപ്പോഴും തങ്ങൾ ഭാഗ്യക്കുറവുള്ളവരാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് സൗഭാഗ്യങ്ങളും വന്നു കൂടാറുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എത്ര സൗഭാഗ്യങ്ങളും ഇവർ പലപ്പോഴും കാണാതെ പോകുന്നുണ്ട്. താൻ നിർഭാഗ്യവാനാണ് അല്ലെങ്കിൽ നിർഭാഗ്യവതിയാണ് എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ കിടക്കുന്ന കാരണം തനിക്ക് വന്നിട്ടുള്ള ഭാഗ്യങ്ങളെ കാണാതെ പോകുന്ന ഒരു വലിയ ന്യൂനത ഇക്കൂട്ടർക്കുണ്ട് എന്നുകൂടി പറഞ്ഞേ തീരൂ. ഇന്ന് പറഞ്ഞത് മകയിരം നക്ഷത്രക്കാരുടെ ഒരു
പൊതു സ്വഭാവമാണ്, അവരുടെ പ്രകൃതമാണ് പറഞ്ഞത്. ഇതുമായി നിങ്ങൾ ഒരു മകയിര നക്ഷത്രക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നക്ഷത്രക്കാരിയാണെങ്കിൽ നിങ്ങൾക്കുള്ള ആ ചേർച്ച എത്രമാത്രമാണെന്ന് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന് കീഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്.